നേരം പരവരാ വെളുത്ത് വരുന്നതേ ഉള്ളു. എന്നും ഇങ്ങനെ എഴുന്നേൽക്കുന്ന പതിവൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ ഒരു ആവശ്യം കൊണ്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ ആ വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചത്. അങ്ങനെ ഏതാണ്ട് ഒരു 5:45 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് വീഡിയോ പിടിച്ചിട്ട് പിന്നെയും വന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലത്തെ തിരക്കൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ വീഡിയോ പിടിക്കാൻ ഒത്തില്ല. അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ഒരുക്കങ്ങളായപ്പോഴാകുമ്പോൾ ഇനിയിപ്പോൾ വീഡിയോ പിടിക്കാമല്ലോ, സ്വസ്ഥമായിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചത്. ഇപ്പോൾ ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, അതുമൊക്കെ മെഴുക്ക് പുരട്ടാനെടുത്ത്. പിന്നെ മീൻ കിട്ടി. മീൻ അരച്ച് കറി വെക്കാം, തേങ്ങ അരച്ച് കറിയും വെച്ച് ശകലം വറക്കാനും എടുക്കാമെന്ന് വിചാരിക്കുന്നു. പുളിശ്ശേരി ഇന്നലത്തെ ഇരിപ്പുണ്ട്. ഇപ്പോൾ മീനിനുള്ള ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ ചതച്ച് വരിഞ്ഞുമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ പുളി ചേർക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇലിമ്പിപ്പുളി എന്ന് പറയും, അതുകൂടെ ചേർത്ത് കറി വെക്കാനാണേ. ഇലിമ്പും പുളിയും കൂടി ഇട്ട് കൊടുത്ത് തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. മുളകും മല്ലിയും മഞ്ഞളും ഉലുവായും ചേർത്ത് അരച്ച് അതുമൊക്കെ ഇട്ട് ഇളക്കി ഇപ്പോൾ തിളച്ച് കഴിയുമ്പോൾ മീൻ പെറുക്കി ഇടണം. ഒരു സൈഡിലായിട്ട് നമ്മുടെ പാവയ്ക്ക മെഴുക്കും റെഡിയാവുന്നുണ്ട്. അത് വെന്ത് ഇനിയിപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് മൂപ്പിക്കണം. അപ്പോൾ മീൻ വന്ന് മീൻ കഷ്ണങ്ങളുമൊക്കെ ഇട്ട് മീൻ അവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ആ നേരം കൊണ്ട് പാവയ്ക്ക മെഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താൻ വിട്ടുപോകരുതേ. അപ്പോൾ അതെ, നമ്മുടെ മെഴുക്കുവരട്ട് റെഡി ആയിട്ടുണ്ട്. മീനും വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് തിളച്ചോട്ടെ, എണ്ണ തെളിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മീൻകറി മുളക് കറി വെക്കാനും നല്ല സ്വാദാണ്. ഇനിയിപ്പോൾ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്തത്. തേണ്ട വറക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേനും ഇനി തിരിച്ചിടണം. അങ്ങോട്ട് പോകുന്ന വഴിക്കത് ഈ മണി പ്ലാന്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. കുഴപ്പമില്ല, കുറച്ച് കിളിച്ചിട്ടൊക്കെ ഉണ്ട്, വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു മുറ്റത്തോട്ടിറങ്ങി അമ്മയോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ചക്കക്കുരു ഇട്ടെടുത്ത് നിറച്ച് പ്ലാവന്തേ കിളിച്ച് വന്നേക്കുന്നു. ഒരുമിച്ചൊരു കുറേ എണ്ണം. ഇപ്പോഴേ അങ്ങ് പിഴുത് കളയാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ ചുമ്മാതെ അവിടെ നിന്ന് കിളിച്ച് വരും. അത് എല്ലാം ഒന്നും കിളിച്ച് കിട്ടത്തില്ലെങ്കിലും 1-2 എണ്ണം കിളിക്കും. ആവശ്യമില്ലാത്തടത്ത് കിളിക്കുന്ന എന്തിനാണ്. അപ്പോൾ അതൊക്കെ പിഴുതങ്ങ് മാറ്റി. ചക്കക്കുരു ഇട്ടിരുന്നപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അതുപോലെ തൈ വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഒന്നും വരിക്കയില്ല, എല്ലാം കൂഴയാണ്. കുരു കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ പിഴുത് മാറ്റി. എനിക്കുന്നത് മധുരക്കിഴങ്ങാന്നേ. അപ്പോൾ നമുക്ക് വീട് പണിയൊക്കെ അടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ പെരക്കകത്ത് വന്നു, പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ